ഞങ്ങൾ പലരും സാധാരണക്കാരുടെ മക്കളായി വന്നതാണ് ഞങ്ങളുടെ തെറ്റ്. ഞങ്ങൾ നന്നായി പഠിച്ചു മാർക്ക് നേടി അഡ്മിഷൻ എടുത്ത് ഗവൺമെന്റ് കോളേജ് എന്നുള്ള സ്വപ്നത്തിലൂടെ ഇവിടെ വന്നതാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ എന്തൊക്കെ പല രീതിയിലുള്ള മോശം സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഞങ്ങൾ ഓരോരുത്തരും സാധാരണക്കാരുടെ മക്കളാണ്. ഞങ്ങൾക്ക് ഈ ഹോസ്റ്റൽ ഫീസ് ആണെങ്കിലും കോളേജിലെ ഫീസ് ആണെങ്കിലും ഒന്നും ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ വരുന്നത്. നമസ്കാരം. പ്രവേശന പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടിയ കുട്ടികളെ അംഗീകാരമില്ലാത്ത സർക്കാർ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ നൽകി വഞ്ചിച്ചു എന്നാരോപിച്ച് നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പത്തനംതിട്ട സർക്കാർ നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. മന്ത്രിയുടെ ഓഫീസിന് അല്പം മുന്നിലായി പോലീസ് മാർച്ച് തടഞ്ഞു. പത്തനംതിട്ട ജനറൽ ആശുപത്രിക്ക് മുന്നിൽ നിന്ന് പ്രകടനമായി എത്തിയാണ് മാർച്ച് നടത്തിയത്. നഴ്സിംഗ് സ്റ്റുഡൻസ് അസോസിയേഷൻ നേതാക്കൾ നേതൃത്വം നൽകി. സമരം ചെയ്യാനോ തെരുവിലിറങ്ങാനോ ഒന്നും വേണ്ടിയല്ല ഈ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും ഈ പത്തനംതിട്ടയിൽ എത്തിച്ചേർന്നത്. ഒരു സർക്കാർ നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ കിട്ടി വന്ന ആളുകളാണ്. നേരത്തെ ആശുപത്രിയുടെ മുന്നിൽ ഒരു വിദ്യാർത്ഥിനി സൂചിപ്പിക്കുകയുണ്ടായി, 95% മാർക്ക് വാങ്ങി മെറിറ്റിൽ അഡ്മിഷൻ കിട്ടി വന്നവരാണ്. ഏറ്റവും യോഗ്യതയുള്ള കുട്ടികളാണ് ഇന്ന് തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കാനും സമരം ചെയ്യുവാനും ഇന്നിവിടെ ഈ ആരോഗ്യമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ ഇത്തരത്തിലൊരു പരിപാടി നടത്തുവാനും അവർ തയ്യാറായി മുന്നോട്ട് വന്നിരിക്കുന്നതിന്റെ സാഹചര്യം ഇവിടെ വിദ്യാർത്ഥികൾ ഓരോരുത്തരായി വിശദീകരിക്കുകയുണ്ടായി. 60 കസേരകൾ നിരത്തിയിട്ടാണ് വിദ്യാർത്ഥികളെ ഇരുത്തുന്നത്. തൂണിന്റെ മറവ് കാരണം അധ്യാപകരെ കാണാൻ പോലും കഴിയില്ല. പട്ടിക്കൂട് പോലെയുള്ള കടമുറിയിലാണ് കോളേജ് പ്രവർത്തിക്കുന്നത്. ആരോഗ്യമന്ത്രിയോട് പരാതിപ്പെട്ടപ്പോൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് മറുപടി നൽകിയത്. മെറിറ്റിൽ പ്രവേശനം നേടിയ കുട്ടികൾക്കാണ് ഈ ഗതികേട്. സമരം കൂടുതൽ ശക്തമാക്കുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു. ഞങ്ങൾ പലരും സാധാരണക്കാരുടെ മക്കളായി വന്നതാണ് ഞങ്ങളുടെ തെറ്റ്. ഞങ്ങൾ നന്നായി പഠിച്ചു മാർക്ക് നേടി അഡ്മിഷൻ എടുത്ത് ഗവൺമെന്റ് കോളേജ് എന്നുള്ള സ്വപ്നത്തിലൂടെ ഇവിടെ വന്നതാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ എന്തൊക്കെ പല രീതിയിലുള്ള മോശം സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഞങ്ങൾ ഓരോരുത്തരും സാധാരണക്കാരുടെ മക്കളാണ്. ഞങ്ങൾക്ക് ഈ ഹോസ്റ്റൽ ഫീസ് ആണെങ്കിലും കോളേജിലെ ഫീസ് ആണെങ്കിലും ഒന്നും ഞങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഇപ്പോൾ വരുന്നത്. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരെ ഇപ്പോൾ പഠിത്തം ഉപേക്ഷിച്ച് പോയി. കാരണം സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഈ 6000 മുതൽ 6500 രൂപ വരെ വരുന്ന ചിലവ് വഹിക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞങ്ങളോട് പറഞ്ഞ് 2 മാസം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം നേടിത്തരാമെന്ന്. ഇപ്പോൾ 8 മാസം കഴിഞ്ഞു. 8 മാസം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ഒരു ഫെസിലിറ്റീസും ഇല്ല, ഒരു അംഗീകാരവും ഇല്ല. മെഡിക്കൽ കോളേജ് എന്ന സ്വപ്നം കണ്ട് വന്ന് ഞങ്ങൾക്ക് ഇവിടെ കിട്ടിയത് GS ആണ്. അവിടെ ഒരുപാട് കുട്ടികളുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെതായ പലതരം ബുദ്ധിമുട്ടുകളുണ്ട്. ഞങ്ങൾ നന്നായി പഠിച്ചു മാർക്ക് നേടി, അതാണ് ഞങ്ങൾ ചെയ്ത തെറ്റ്. എന്താണ് ഇനി ഞങ്ങൾക്ക് സൗകര്യങ്ങൾ കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.